ഹല്ലേലൂയ. ഹല്ലേലൂയ. ഷാലോം ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്വാഗതം. ഹല്ലേലൂയ. 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 അഭിഷേകാഗ്നി എന്ന ദൈവ വചന ശുശ്രൂഷയിൽ ഇന്ന് നാം ചിന്തിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ അരികിൽ ഹൃദയം തുറക്കുക എന്നതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിനോട് ഇടപെടണം, യേശു ക്രിസ്തുവിനോട് സംസാരിക്കണം. ബൈബിളിൽ അങ്ങനത്തെ ഒരു രംഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ലാസർ മരിച്ച ദിവസങ്ങൾ കഴിഞ്ഞു. ലാസറിനെ പ്രതി അവൻ്റെ സഹോദരിമാർ വാവിട്ട് നിലവിളിക്കുന്നു. ഒരുപാട് യഹൂദന്മാർ അവരെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ യേശു ആ ഭവനത്തിലേക്ക് എത്തുകയാണ്. യേശു ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ലാസറിൻ്റെ സഹോദരിമാർ യേശു ക്രിസ്തുവിൻ്റെ അരികിൽ വന്ന് ഹൃദയം തുറക്കുന്ന ഒരു രംഗമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അതിങ്ങനെ നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെ സംസാരമെന്ന് ചിന്തിക്കും. വാവിട്ട് കരഞ്ഞും വിങ്ങിപ്പൊട്ടിയും ഇങ്ങനെ ഏങ്ങലടിച്ചും ഓരോ തരത്തിലുള്ള ആ ഹൃദയഭാരം, ആ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് സഹോദരൻ്റെ മരണത്തിൽ ദുഃഖിക്കുന്ന ആ സഹോദരി മർത്ത യേശുവിനോട് പറയുന്നു, യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇങ്ങനെ അദ്ദേഹം വിങ്ങി എങ്ങനടിച്ച് ഓരോന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ്, എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. എന്നിട്ട് പറയാണ്, എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം ഞങ്ങൾക്ക് തരും എന്ന് എനിക്കറിയാം. നമുക്കിങ്ങനെ ഓരോന്ന് പറയും. ഉള്ളിൽ യേശുവിനുള്ള സ്നേഹം അങ്ങോട്ട് വെളിപ്പെടുത്തുകയാണ്, യേശുവിനുള്ള പ്രത്യാശ അങ്ങ് വെളിപ്പെടുത്തുകയാണ്, യേശുവിനുള്ള ആശ്രയം അങ്ങോട്ട് പറയുകയാണ്. ഹൃദയം എന്താണ് യേശുവിനെ പ്രതീക്ഷിക്കുന്നത് അതും പറയുകയാണ്. എനിക്കറിയാം, നീ പറഞ്ഞ ദൈവം ചെയ്തു തരും. എൻ്റെ സഹോദരൻ ലാസറിനെ ജീവനിലേക്ക് കൊണ്ടുവരാൻ നിനക്ക് പറ്റും. എനിക്കറിയാം, നീ പറഞ്ഞ ദൈവം തരും. ഇങ്ങനെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സ്നേഹം, പ്രതീക്ഷ, ആഗ്രഹം, താല്പര്യം, ഇതെല്ലാം യേശു വന്നപ്പോൾ വാ കൊണ്ട് തുറന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ദൈവവുമായുള്ള ബന്ധത്തിലുണ്ട്. ഹൃദയത്തിൽ കിടക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ അരികിൽ വരുമ്പോൾ, യേശുവിൻ്റെ അരികിൽ വരുമ്പോൾ തുറന്ന് പറയണം. യേശുവിനോട് പറയണം, യേശുവേ, എനിക്കറിയാം നീ പറഞ്ഞ ദൈവം ചെയ്യും. നീ പറയണത് എന്ത് സ്വർഗസ്വനായ പിതാവ് ചെയ്യും, അതെനിക്കറിയാം. അതിൻ്റെ അർത്ഥം അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ മർത്ത പ്രതീക്ഷിക്കാണ് ലാസറിന് ജീവൻ കൊടുക്കണം. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് സംഭവിച്ച ഒരുപാട് സംഭവങ്ങളിൽ നാം കാണുന്ന ഒരു മർമ്മമാണ് യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് വരുന്നവർ ആരെല്ലാം യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ഹൃദയം തുറന്നുവോ അവരുടെ എല്ലാം ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടു. അതൊരു വലിയ സംഭവമാണ്. അവരുടെ എല്ലാം ജീവിതത്തിൽ കർത്താവ് ഇടപെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ ഒരു അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ബാബു. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അച്ഛൻ ദോഹയിൽ ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ ആ കൺവെൻഷൻ ഞാനും 5 ദിവസം പങ്കെടുത്തിരുന്നു. അവിടെ ഉണ്ടായിരുന്നു ദോഹ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അവിടെ പട്ടണം മുഴുവൻ ഇളകി വശമായി. എന്നിട്ട് അന്ന് ഞങ്ങൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. ഞങ്ങളൊരു സ്ഥലം വാങ്ങിച്ചതിന് 15 ലക്ഷം രൂപയോളം അതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി വേണമായിരുന്നു. ഞങ്ങൾ ബാങ്കിൽ പല പ്രാവശ്യം അപ്ലൈ ചെയ്തു, പല പ്രാവശ്യം അത് റിജക്റ്റ് ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ച ലാസ്റ്റായിട്ട് അവർ റിജക്റ്റ് ചെയ്തു. വീണ്ടും ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് പറഞ്ഞ ഡേറ്റിന് 5 ദിവസം മുമ്പ് 17-ാം തീയതി ഈ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ എനിക്ക് നടത്തണം. 18-ാം തീയതി കോട്ടയത്ത് അച്ഛൻ്റെ കൺവെൻഷനിൽ എനിക്കത് സാക്ഷ്യപ്പെടുത്തണം. 18-ാം തീയതി നടക്കുന്ന ഈ അതിരമ്പുഴ കൺവെൻഷനിൽ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി കർത്താവെ അവിടുന്ന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് ഹൃദയത്തിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ച്
പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു, വൈഫും പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം 48 മണിക്കൂറിനുള്ളിൽ ആപ്ലിക്കേഷൻ കൊടുത്ത 48 മണിക്കൂറിനുള്ളിൽ അവർ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടു. നോർമലി ആയിട്ട് 7 ദിവസം വേണം ലോൺ പാസ്സാകുമോ ഇല്ലോ എന്നറിയാൻ. പക്ഷേ ഇത് അങ്ങനെ ഒരു പ്രൊസീജിയറും ഉണ്ടായില്ല. 48 മണിക്കൂറിനുള്ളിൽ അവർ ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നപ്പോഴാണ് ഞങ്ങൾ വിവരം അറിയുന്നത്. ആ പണം അവർ കൊടുത്തു, ട്രാൻസാക്ഷൻ നടന്നു, അതിന്റെ നേർച്ച പൂർത്തിയാക്കി. ഇതാ അതിരമ്പുഴയിൽ ഈ സഹോദരൻ ദോഹയിൽ നിന്ന് വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇന്നലെ രാവിലെ ഞാനിവിടെ എത്തി. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് രജിസ്ട്രേഷൻ എല്ലാം നടന്നു. ഇന്നിവിടെ സാക്ഷ്യപ്പെടുത്തി. മറ്റൊരു കാര്യം, എൻ്റെ വൈഫിന്, അവളെ ഗൾഫിലെ നേഴ്സാണ്. അവൾക്ക് അവൾ 5 മാസം ഗർഭിണിയാണ്. ബ്ലഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ ഹെപ്പറ്റൈറ്റിസ് സി വീക്ക്ലി പോസിറ്റീവാണ് എന്ന് ഈ കൺവെൻഷൻ കഴിഞ്ഞുള്ള ഡേറ്റിലാണ് ഞങ്ങൾ നോക്കിയത്. വീക്ക്ലി പോസിറ്റീവ് ആണെന്ന് റിസൾട്ട് വന്നു. ഞങ്ങൾ ആകെ പേടിച്ചു പോയി. കാരണം ജോലി വരെ നഷ്ടപ്പെടാവുന്ന കാര്യമാണ്. എന്നാൽ ഞങ്ങൾ വീണ്ടും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, കർത്താവെ അതും എനിക്ക് അച്ഛൻ്റെ ഈ കൺവെൻഷന് സാക്ഷ്യപ്പെടുത്തണം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ മുമ്പ് അവൾ ഹോസ്പിറ്റലിൽ പോയി. അവിടെ അത് റിസൾട്ട് എടുത്ത് ചെക്ക് ചെയ്തു. അത് അങ്ങനെ ഒന്നുമില്ല എന്ന് ഒരു ഇത് പറഞ്ഞ് കൈകൾ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് പാടി പാടി നല്ലവരാണല്ലോ അർപ്പിക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക് എത്ര പ്രകടമായി കർത്താവ് തന്നെ ആശ്രയിച്ച ആ കുടുംബത്തിൽ ഇടപെട്ടു. ആ വ്യക്തിയുടെ അനുഭവം നിങ്ങൾ ശ്രദ്ധിക്കുക. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 15 മുതലുള്ള തിരുലിഖിതങ്ങൾ. അവിടെ യേശു മലമുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അത് ശിഷ്യന്മാരോട് തർക്കിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. അങ്ങനെ യേശു ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ഈ ജനക്കൂട്ടം മുഴുവൻ യേശുവിൻ്റെ അടുത്തേക്ക് ഓടി അടുക്കുകയാണ്. അതാണ് 9-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. അവനെ കണ്ടയുടനെ ജനക്കൂട്ടം മുഴുവൻ വിസ്മയഭരിതരായി ഓടിക്കൂടി അവനെ അഭിവാദനം ചെയ്തു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അവരുമായി തർക്കിക്കുന്നത്? ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു, ഗുരു, ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മൂകനായ ഒരു ആത്മാവ് അവനെ ആവസിച്ചിരുന്നു. അത് എവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ലു കടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, അവർക്ക് കഴിഞ്ഞില്ല. അപ്പൻ്റെ ഹൃദയത്തിലെ കാര്യമല്ല, അവർക്ക് കഴിഞ്ഞില്ല. ഞാൻ കൊണ്ടുവന്നു, ഒരു ചുക്കും അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ആ ഉള്ള കാര്യം അങ്ങോട്ട് തുറന്നടിച്ചങ്ങോട്ട് പറയുകയാണ്. നമ്മുടെ സഹോദരനെ, അപ്പൻ വർഷങ്ങളായി അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം യേശുവിനോട് അങ്ങനെ വിശദീകരിച്ച് പറയുകയാണ്. ഇവിടെ വേണമെങ്കിൽ ചിന്തിക്കാം, യേശുവിനെല്ലാം മനസ്സിലാക്കാൻ ആൾ ദൈവത്തിൻ്റെ പുത്രനാണ്, മനസ്സിലാക്കി ചെയ്യട്ടെ, അങ്ങനെ വേണമെങ്കിൽ ചിന്തിച്ചിരിക്കാം. ഇതങ്ങനെയല്ല. ഇത് ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു, ശിഷ്യന്മാരോട് പറഞ്ഞു, അവർക്ക് പലർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അത് യേശുവിനെ കണ്ടു, വളരെ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു, എന്നിട്ട് അഭിവാദനം ചെയ്തു. യേശുവേ, എൻ്റെ മകൻ ആ ഹിസ്റ്ററി മുഴുവൻ പറഞ്ഞ് അങ്ങോട്ട് വിശദീകരിച്ച് കേൾപ്പിക്കുകയാണ്. വേണമെങ്കിൽ മനുഷ്യൻ ചിന്തിക്കുക, ദൈവമാണ്, ദൈവത്തിന് എല്ലാം അറിയാം, ഹിസ്റ്ററി മുഴുവൻ പറയേണ്ട ആവശ്യമില്ല, ചുരുങ്ങിയ വാക്കുകൾ 2 മിനിറ്റ് കൊണ്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം. ഇതങ്ങനെയല്ല. ഉള്ളത് മുഴുവൻ ഹൃദയത്തിൽ കിടക്കുന്ന കാര്യം മുഴുവൻ ഈശോയോട് അങ്ങോട്ട് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. എന്നിട്ട് ശിഷ്യന്മാർക്ക് പറ്റാത്ത കാര്യം അവരുടെ അടുത്ത് കൊണ്ടുപോയി, അവർക്ക് പറ്റിയില്ല കർത്താവേ പറയുകയാണ്. എന്നിട്ട് യേശു അങ്ങനെ അവരോട് ഇടപെടുന്നു എന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. യേശു കുട്ടിയുടെ പിതാവിനോട് ചോദിച്ചു, ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി? അവൻ പറഞ്ഞു, ശൈശവം മുതൽ. പലപ്പോഴും അത് അവനെ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട്. എന്തെങ്കിലും നിനക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിനോട് പറയും, എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ കരുണ തോന്നി സഹായിക്കണേ. പ്രിയപ്പെട്ട ദൈവത്തോട് ഇടപെടുകയാണ്. ഉടനെ യേശു തിരിച്ചുകൊണ്ട് ഇടപെടുന്നു. അതാണ് മാർക്കോസ് 9:23. കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവൻ എല്ലാം കഴിയും. ഉടനെ കുട്ടിയുടെ അപ്പൻ അങ്ങോട്ട് ഇടപെടുന്നു. അതാണ് 24-ാമത്തെ വാക്യം. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണേ. നോക്ക്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുകയാണ്.
ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും നമ്മൾ നമ്മുടെ കർത്താവിന്റെ സന്നിധി വരുമ്പോൾ ഹൃദയത്തിലെ കാര്യങ്ങൾ ജലധാര പോലെ കർത്താവിന്റെ സന്നിധിയിൽ കോരിച്ചൊരിയണം, അങ്ങോട്ട് വെളിപ്പെടുത്തണം, യേശുവിനോട് സംസാരിക്കണം, യേശുവിനോട് ഇടപെടണം. അങ്ങനെ യേശുവിൽ നിന്ന് മാറി നിൽക്കരുത്, അങ്ങനെ മൂകമായി നിൽക്കരുത്, അങ്ങനെ ആത്മീയ കാര്യങ്ങൾ ഒരു ശുഷ്കാന്തി ഇല്ലാതെ നിൽക്കരുത്, അവിശ്വാസം നിൽക്കരുത്. എന്തെങ്കിലും കുറവ് വന്നാൽ അത് അപ്പം തന്നെ ഏറ്റു പറയുക. യേശു ഇങ്ങോട്ട് ഇടപെടും, നമ്മൾ അങ്ങോട്ട് ഇടപെടും. അങ്ങനെ ആ ഇടപെടലിൽ ആ ബന്ധം വർദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്, Praise the പ്രൈസ് ദി Lord. ലോർഡ്. Praise the Lord. എത്ര വർഷം പഴകിയ ഒരു പ്രശ്നമാണെങ്കിലും യേശുവിന് ഇടപെട്ട് ക്ഷണനേരം കൊണ്ട് അത് വ്യത്യാസപ്പെടുത്താൻ കഴിയും. ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിക്കാം. എൻ്റെ പേര് ലിസമ്മ, സ്ഥലം ചങ്ങനാശ്ശേരി തുരുത്തി. എവിടെയാ? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. പറയൂ. ഞങ്ങൾ കഴിഞ്ഞ അഭിഷേക അഗ്നി കൺവെൻഷൻ നാഗമ്പടത്ത് ടൈലച്ചൻ്റെ നടന്നപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും കൂടി വന്നത് സംബന്ധിച്ചു. അന്നേരം അവിടെ ഒരു സാക്ഷ്യം കേട്ടൊരു സഹോദരി വീട് സ്ഥലവും ഇല്ലാതെ വന്നു അച്ഛൻ്റെ കൺവെൻഷൻ കൂടിയപ്പോൾ അവർക്ക് സ്വന്തമായി ഒരു വീട് സ്ഥലവും കിട്ടിയെന്ന്. അന്നേരം ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ വർഷങ്ങളായി ഞങ്ങളൊരു വീട് വെക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നില്ല. അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ അപ്പൻ മരിച്ചുപോയി. എന്നാലും മരിക്കുന്നതിന് മുമ്പേ വലിയൊരു കോൺട്രാക്ടറായിരുന്നു പുള്ളി. ഒരുപാട് പ്ലാൻ വരച്ചു വെച്ചു, 12 പ്ലാൻ വരച്ചു വെച്ചിട്ട് 12 പ്ലാൻ വരെ വീടിന് ഞാൻ അത്രയും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഒരു പ്ലാൻ വരച്ചവര് 2 പ്ലാൻ വരച്ചവരെ കണ്ടിട്ടുണ്ട്. ഇത് വീടിന് വേണ്ടി 12 പ്ലാൻ വരച്ചു വെച്ചു. നല്ലൊരു കോൺട്രാക്ടറായിരുന്നു. എന്നിട്ടും വീട് പണി നടക്കണില്ല. എന്നിട്ട് അപ്പം മരിച്ചുപോയി. എന്നിട്ട് ഇവര് മക്കളുടെ കാലം വന്നു. എന്നിട്ട് ഇവരും പരമാവധി പരിശ്രമിച്ച് നോക്കി, വീട് പണി നടക്കണില്ല. എന്നിട്ട് അപ്പോൾ ഞങ്ങൾ ഒരു അറയും പരിയുമായുള്ള വീടാണ്. അന്നേരം അത് ഞങ്ങൾ പലരെയും കോൺട്രാക്ടർമാരെ അത് ഈ അച്ഛൻ്റെ അഭിഷേകത്തിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ ആ സഹോദരിയുടെ സാക്ഷ്യം കേട്ടപ്പോൾ ഞങ്ങൾക്കും കൂടി ഒരു വീട് വെച്ച് തരികയാണെങ്കിൽ ഞാൻ അച്ഛൻ്റെ അഭിഷേകാഗ്നി വിറ്റക്കൊല്ലം അവിടെ നടക്കുമെന്ന് വിചാരിച്ചു. അവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പ്രാർത്ഥിച്ചു. അഭിഷേകാഗ്നി കൺവെൻഷൻ നടക്കുമ്പോൾ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് അങ്ങോട്ട് ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച് അന്നേരം അങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് മനോഹരമായ ഒരു വീട്, ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിലൊക്കെ ഏറെ മനോഹരമായിട്ട് ദൈവം ഒരു നല്ല വീട് വെച്ച് തന്നു. ആ വീടിന്റെ പല ഫോട്ടോകൾ എൻ്റെ കിട്ടിയിട്ടുണ്ട്. നല്ല വീടാണ്. പ്ലാൻ ഇല്ലാത്തവർ വന്ന പ്ലാൻ കൊടുക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. നല്ലൊരു വീട്. ഇവർ മനസ്സിൽ വിചാരിച്ചതിനേക്കാൾ 12 പ്ലാനിൽ വരച്ചതിനേക്കാൾ നല്ലൊരു വീട് കൊടുത്ത്. അതാണ് ദൈവഭക്തന്റെ ആഗ്രഹം. പൂവണിയാൻ ഒരു ക്ഷണം മാത്രം മതി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുക. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന്റെ അരികിലേക്ക് ചെല്ലുന്ന വ്യക്തികൾക്ക് അവനവന്റെ കാര്യങ്ങളെ കുറിച്ച് പറയാം, അവനവന് പരിചയമുള്ള ആളുകളെ കുറിച്ചും പറയാം. നമ്മുടെ അയൽക്കാരുടെ പ്രശ്നം യേശുവിനോട് പറയാം. നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ദുഃഖങ്ങൾ യേശുവിനോട് പറയാം. നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ അതും യേശുവിനോട് പറയാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതലുള്ള തിരുലിഖിതങ്ങൾ. യേശു കഫർനാമിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ അവനെ സമീപിച്ചു പറഞ്ഞു, കർത്താവേ, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന സഹിച്ച് വീട്ടിൽ കിടക്കുന്നു. നോക്ക്, ആ ശതാധിപന് വേണമെങ്കിൽ മിണ്ടാതിരിക്കാം. അദ്ദേഹം ജനക്കൂട്ട യേശുവിന് ചുറ്റും നിൽക്കുകയാണ്. അതിലൊരാളായിട്ട് ശതാധിപന് നിൽക്കുകയാണ്. ശതാധിപൻ മനസ്സുകൊണ്ട് വേണമെങ്കിൽ പറയാം, ദൈവമേ, എനിക്ക് ഇതൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്, അങ്ങനെയൊക്കെ നിൽക്കാം. എന്നാൽ ശതാധിപൻ അതല്ല, ധൈര്യപ്പെട്ട് യേശുവിനോട്, യേശുവേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ ഒരു ഭൃത്യനുണ്ട്, തളർവാദമാ, കുറച്ച് കാലമായി, ഭയങ്കര വേദനയാ, വേദനിച്ച് കിടക്കുക. അതെല്ലാം കൂടെ കൂടി ഹൃദയത്തിലുള്ള അവസ്ഥ യേശുവിനോട് ശതാധിപൻ അങ്ങോട്ട് തുറന്ന് പറഞ്ഞ്, വാ കൊണ്ട് തുറന്ന് പറയുന്നതിന് കാര്യമുണ്ട്. നമ്മള് മൂകമായി നിൽക്കരുത്. ഹല്ലേലൂയ. യേശുവിനോട് ഇടപെടണം, യേശുവിനോട് പറയണം. ഹല്ലേലൂയ. ശതാധിപന്റെ കാര്യം കൊണ്ട് പറഞ്ഞു, എന്റെ ഭൃത്യന് ഇങ്ങനെ പ്രശ്നമുണ്ട്, യേശുവേ ഇടപെടണം.
ഉടനെ യേശു എന്ത് പറഞ്ഞ്, ഭൃത്യൻ്റെ കാര്യം അവിടെ നിൽക്കുക, നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. അങ്ങനെയാണോ യേശു പറഞ്ഞത്? ഭൃത്യന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭൃത്യന് അപ്പനും അമ്മയുണ്ടല്ലോ, അവരിങ്ങോട്ട് വരട്ടെ, അങ്ങനെ പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. യേശു എന്ത് പറഞ്ഞു? യേശു അവിടെ നിന്നു. യേശു പറയാണ്, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. നമുക്ക് യേശു അത്ര അങ്ങോട്ട് തന്നോട് ഇടപെടുന്നവരോട് അത്രയും ഹൃദയത്തുറവിയും മനസ്സലിവുള്ള ദൈവമാണ് യേശു. ഒരുപക്ഷെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനേക രാജ്യങ്ങളിൽ ഒരിക്കൽ പോലും യേശുവിനെ കുറിച്ച് അറിയാത്ത കുടുംബങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ ജാതി, നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ വിശ്വാസത്തിൽ യേശുവിനെ കുറിച്ച് ഒരിക്കലും കേൾക്കാൻ ഇടം കിട്ടാത്ത ആളുകളുണ്ടായിരിക്കാം. പ്രിയ പൈതലെ, നീ ഇന്ന് ആദ്യമായിട്ടാണ് യേശുവിനെ കുറിച്ച് കേൾക്കണമെങ്കിൽ പോലും നീ ഇന്ന് നിന്റെ കർത്താവിനോട്, ഈ യേശു നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പുത്രനാണ്, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി കൂടി സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടിരിക്കുന്നവനാണ് യേശു. ഈ യേശുവിനോട് നീ ഹൃദയം തുറന്ന് പറയണം, യേശുവേ എന്ന് വിളിക്കണം. യേശുവിനോട് മനസ്സിലെ കാര്യങ്ങളെല്ലാം സിൻസിയറായി പറയണം. കുടുംബത്തിന്റെ കാര്യങ്ങൾ സിൻസിയറായി പറയണം. മക്കളുടെ കാര്യങ്ങൾ സിൻസിയറായി പറയണം. എൻ്റെ വീട്ടിൽ ഇന്നയാൾ ജോലി ചെയ്യുന്നുണ്ട്, അവർക്ക് ഇന്ന ദുഃഖമുണ്ട്, അത് പറയണം. അപ്പോൾ യേശു ഇടപെടും. ഇതാ ഒരു കുടുംബത്തിന്റെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് റാണി അഗസ്റ്റിൻ, ചുള്ളിക്കലിടവയിൽ നിന്ന് വരുന്നു. എൻ്റെ മകൻ്റെ ആവശ്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അവന് UK BSc നേഴ്സിങ്ങിന് പഠനത്തിനായി പോയതായിരുന്നു. അവൻ്റെ വിസയുടെ കാലാവധി തീരുകയും ഡിസംബർ 1 2011 ഡിസംബർ 1 തിരിച്ചു പോരുകയും ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. അവൻ എന്നോട് സങ്കടപ്പെട്ട് പറയുകയും ഞാൻ ആ നവംബർ ആദ്യത്തെ ആഴ്ച അട്ടപ്പാടിയിൽ ചെല്ലുകയും അവിടുത്തെ പ്രാർത്ഥനയിലും ആരാധനയിലും വിശുദ്ധ കുർബാനയിലേക്ക് സംബന്ധിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ കാരുണ്യവാനായ ഈശോയെ, നിനക്ക് മനസ്സാവുമെങ്കിൽ ഈ 30 തീയതിക്കുള്ളിൽ എൻ്റെ മോൻ്റെ വിസ അടിച്ചു വരണമേ എന്ന് പ്രാർത്ഥിച്ച് കണ്ണുനീരിട്ടുള്ള പ്രാർത്ഥന ദൈവം സ്വീകരിച്ച് നവംബർ 30 രാത്രി 11:45 അവൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ് 27 പിള്ളേരിൽ ഇവന് മാത്രം വിസ അടിച്ചു വന്നേക്കണമെന്ന് പറഞ്ഞു. 27 പേര് ആ കുട്ടിക്ക് മാത്രം അന്ന് അങ്ങോട്ട് വിസ അടിച്ചു കൊടുത്ത്. ഈ അമ്മ ഹൃദയം നുറുങ്ങി ഒറ്റ പ്രാർത്ഥനയാണ്, ഈ 30 തീയതിക്കുള്ളിൽ എൻ്റെ മകന് വിസ അടിച്ചു തരണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് ആ 30 തീയതി അങ്ങോട്ട് അടിച്ചു കൊടുത്ത്. 12 മണി, ഒരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ 12 മണിയാവും, ദിവസം മാറും. 11:45 ആ വിസ അടിച്ചു കൊടുത്ത്. ഭയങ്കര സംഭവം. പ്രൈസ് ദി ലോർഡ്. ഈ അമ്മയുടെ പ്രാർത്ഥന കേട്ട് ആ കുട്ടി പറയാം, അവർ 27 പേരാണ് ആ ടീം, അതിൽ ഒരാൾക്ക് മാത്രം അന്ന് രാത്രി അങ്ങോട്ട് വിസ കിട്ടി. പിറ്റേ ദിവസം 1 തീയതി, അതായത് അവിടെ വിസയില്ലാതെ നിൽക്കാൻ പറ്റില്ല. ലാസ്റ്റ് ഡേറ്റിന്റെ അവസാനത്തെ ഒരു അരമണിക്കൂർ തീരുന്ന ആ സമയത്താണ് അടിച്ചങ്ങോട്ട് കൊടുക്കുന്നത്. ഈ അമ്മയുടെ പ്രാർത്ഥന വെറുതെ പോയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന്റെ അടുത്ത് ഹൃദയം തുറക്കുന്നിടത്ത് യേശു ക്രിസ്തുവിന് സംപ്രീതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും വേഗം ചാടി എഴുന്നേൽക്കാം. ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് നമ്മുടെ ഹൃദയം മുഴുവനും തുറന്ന് കുടുംബത്തിന് വേണ്ടി, നാടിന് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, ബന്ധുമിത്രങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവിനോട് ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉണർന്നു ഞാൻ ഒന്ന് ആരാധിക്കട്ടെ, എൻ കരങ്ങൾ തിരുപ്പാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. നന്മ ചെയ്തു സഞ്ചരിച്ച പാദങ്ങൾ ഒന്നു ചുംബിച്ചിടട്ടെ. ജീവന്റെ നാഥനാമേശുവേ, എന്റെ തമ്പുരാനേ, ഉദ്ധാനം ചെയ്തവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ, ഞങ്ങൾ ആരാധിക്കുന്നു.
ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ ഹൃദയത്തിലുള്ള എല്ലാ കാര്യങ്ങളും യേശുവിനോട് പറഞ്ഞ് യേശുവിനോട് ഇടപെട്ട്, യേശുവെ എൻ്റെ കുടുംബത്തിൽ ഇപ്പോ വന്ന് എൻ്റെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കണമേ. ഹൃദയത്തിൽ എന്തെല്ലാം കാര്യമുണ്ട് അതെല്ലാം പറഞ്ഞ് യേശുവിനെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഇപ്പോൾ സ്പർശിക്കണമേ. രോഗികളെ തൊടണമേ. ബാലിക ബാലന്മാരെ അനുഗ്രഹിക്കണമേ. ഓരോ യുവാവിനും യുവതിനെ അനുഗ്രഹിക്കണമേ. തടസ്സങ്ങൾ മാറ്റണമേ. കണ്ണുനീര് ഒപ്പിയെടുക്കണമേ. കുടുംബ പ്രശ്നങ്ങൾക്ക് ഇടപെടണമേ. ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കണമേ. കണ്ണുനീര് ഒപ്പണമേ. നെടുവീർപ്പുകൾ അറിയണമേ. കേൾക്കലുകൾ ഒപ്പണമേ. തകർന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ. ആരാധന, 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 ആരാധന.